നമ്മുടെ നാട്ടിൽ വലിയ കോലാഹലമാണ്. ഇറാനും ഇന്ത്യയുമായി തെറ്റിപ്പിരിഞ്ഞു. ഇറാൻ ഇന്ത്യക്ക് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ പ്രതിപക്ഷവും BJP വിരുദ്ധരുമെല്ലാം പടച്ചുവിടുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവം എന്താണ്? ഇറാന്റെ പ്രതിനിധിയുടെ വായിൽ നിന്ന് തന്നെ ആ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ അംബാസഡറുടെ വ്യക്തമായിട്ടുള്ള പ്രസ്താവനയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഇനി സംശയത്തിന്റെ ഒരു ആവശ്യവുമില്ല എന്നാണ് ഇറാൻ അംബാസഡർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടിട്ടും മാർച്ചിനെ അപേക്ഷിച്ച് ഏപ്രിലിൽ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ഗണ്യമായി കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ചരക്ക് സ്ഥാപനമായ കെപ്ലറിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി മാർച്ചിനെ അപേക്ഷിച്ച് ഏപ്രിലിൽ 21% കുറഞ്ഞു. ഏപ്രിൽ 1.56 ദശലക്ഷം ബാരലുമായി താരതമ്യം ചെയ്യുമ്പോൾ മാർച്ചിൽ ഇന്ത്യ പ്രതിദിനം 1.98 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹോർമൂസ് കടലിടുക്കിന്റെ ഉപരോധം ഉണ്ടായിരുന്നിട്ടും ഏപ്രിലിൽ ഇന്ത്യ പ്രതിദിനം 4.3 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്തു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് മാർച്ചിലെ 4.4 ദശലക്ഷം ബാരലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നേരിയ കുറവാണ്. ഈ കാലയളവിൽ ഇന്ത്യ വീണ്ടും മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഹോർമൂസ് ഉപരോധം ഉണ്ടായിട്ടും സൗദി അറേബ്യ ഏപ്രിലിൽ ഇന്ത്യയിലേക്ക് പ്രതിദിനം 7.04 ലക്ഷം ബാരൽ എണ്ണ അയച്ചു. ഇത് 21% വർധനവ് കാണിക്കുന്നു. UAE 5.91 ലക്ഷം ബാരൽ എണ്ണ വിതരണം ചെയ്തു. ഇത് 101% നേരിട്ടുള്ള വർധനവ് കാണിക്കുന്നു. സൗദി അറേബ്യയിലെയും UAE-യിലെയും യാൻബുവിന്റെ പൈപ്പ് ലൈൻ വഴിയാണ് ഈ എണ്ണ അയച്ചിരിക്കുന്നത്. ഇതിനു പുറമെ വെനിസ്വേലയിൽ നിന്ന് ഇന്ത്യ പ്രതിദിനം 3 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്തു. വെനിസ്വേല, നൈജീരിയ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതിയും ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഇന്ത്യക്ക് തുറന്നിട്ടിരിക്കുകയാണ് എന്ന് 3 തവണയാണ് ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ പറഞ്ഞത്. തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തങ്ങളുടെ കപ്പലുകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല. ഇറാനെതിരായ വിനാശകരമായ ആക്രമണത്തിന്റെ ഭീഷണികൾക്കിടയിലും ഇന്ത്യൻ കപ്പലുകൾക്കും എണ്ണവാതക ടാങ്കറുകൾക്കും ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നിട്ടിരിക്കുകയാണെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫത്താലി ഇപ്പോൾ വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുകയാണ്. ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോകാമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി സമുദ്ര സുരക്ഷ ഉറപ്പാക്കാൻ തന്റെ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് മുഹമ്മദ് ഫത്താലി പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.